ഹലോ, വെൽക്കം ടു മൈ കുക്കിംഗ് ലാബ്. ക്രിസ്മസ് പ്രമാണിച്ച് ഞാനൊരു നോൺ ആൽക്കഹോളിക് പ്ലം കേക്ക് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ഒന്ന് പോയാലോ? അപ്പോൾ ആദ്യം വേണ്ടത് മൈദ 1 കപ്പ്, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അത് ഇവിടെ കാണിച്ച് വെക്കുന്ന മസാലാസ് ഒന്ന് പൊടിച്ച് അതും മാറ്റി വയ്ക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മുടെ റെഡിയായി. ഇനി വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രാൻബെറീസ്, കുറച്ച് പ്രൂൺസ് എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് പ്ലംസ് ആണ്. പിന്നെ കുറച്ച് ബ്ലാക്ക് റൈസിൻസ്, പിന്നെ ഡ്രൈഡ് ഓറഞ്ചസ്, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പീല് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്താൽ അതെടുത്താലും മതി. എന്തായാലും അത് മസ്റ്റാണ്. അതാണ് കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കണ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നോക്കാം. 3 കോഴിമുട്ട, 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് അത് മാറ്റി വയ്ക്കുക. കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുക. ഒരു 3/4 കപ്പ് ഷുഗർ എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1 കപ്പ് ഓഫ് വാട്ടർ ഒഴിച്ച് നമ്മളത് സിറപ്പാക്കി അത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. എഗ് മിക്സിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി നമുക്കത് മിക്സ് ചെയ്ത് ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ കാരമലൈസ്ഡ് ഷുഗർ സിറപ്പും മെൽറ്റഡ് ബട്ടർ ഒരു 1/4 കപ്പ് അതും, അതുപോലെ തന്നെ പൊടിച്ച മസാലാസ് അതൊരു ഏകദേശം 1 ടീസ്പൂൺ അതും ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മൈദ കോട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അതിന് കൂടെ 1 ടീസ്പൂൺ വിനെഗറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിക്സിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. നമുക്കിനി ഇതൊന്ന് ബേക്ക് ചെയ്യാം. OTG ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സോളം നമുക്കിത് ബേക്ക് ചെയ്യാം. അധികം എഫേർട്ടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പ്ലം കേക്ക് റെസിപ്പിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.